Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Fabercastle Polychromosന്റെയും Prisma Premium Color Pencilന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പെൻസിൽസ് ആണ്. അതുപോലെ തന്നെ ബിഗിനർ ആയിട്ടുള്ളവർ ഈ പെൻസിൽസ് തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. മിക്ക വലിയ ആർട്ടിസ്റ്റുകളുടെ കയ്യിലും കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് പെൻസിൽസ് ആണ്. ഒന്ന് Fabercastle, അത് രണ്ട് ബ്രാൻഡ് വരുന്നതാണ്, Fabercastleന്റെയും Prismacolor പെൻസിൽസും. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് Fabercastle ബൈകളർ പെൻസിൽസ്, ക്യാമലിൻ്റെ പെൻസിൽ 200-500 രൂപയുടെയൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ധാരാളമാണ്. ഇത്രയും വിലപിടിപ്പുള്ള പെൻസിൽസ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. സോ Fabercastleൻ്റെ തന്നെ പല സെറ്റായിട്ട് അവൈലബിൾ ആണ്. 120 ഉണ്ട്, 24 സെറ്റുകളുണ്ട്, അതുപോലെ 12-ൻ്റെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണുള്ളത്. ആമസോണിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തത്. സോ Fabercastle പോളിക്രോംസിൻ്റെ ഇതുപോലെ 120 സെറ്റിനകത്ത് ഇതുപോലെ 3 തട്ടായിട്ടാണുള്ളത്. അത്യാവശ്യം എല്ലാ കളേഴ്സും തന്നെ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഞാനിതിൽ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോഴേക്കും ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു കളറിൻ്റെ പുറമെ അടുത്ത കളർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ബ്ലെൻഡിങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു മെത്തേഡ്. അത് പോളിക്രോംസിൽ നല്ല പക്കയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് പ്രിസ്മ കളർ പെൻസിൽസ്. അതെന്ന് പറഞ്ഞാൽ 150 സെറ്റാണ് ഏറ്റവും കൂടുതൽ കളർ ഉള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് ഓരോ തട്ട അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ചുകൂടെ കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ്. മറ്റേതിൽ 120 സെറ്റാണ് ഏറ്റവും കൂടിയത്, ഇതിൽ 150 ആണ് ഉള്ളത്. ഈ ബേബി ഓയിൽ അതുപോലെയുള്ള സോൾവെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. Prismacolor എന്ന് പറയുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിൽസ് ആണ്, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള പെൻസിൽസ് ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് പോളിക്രോമോസും അതുപോലെ തന്നെ പ്രിസ്മയുടെയും ഡിഫറൻസസ് നമുക്ക് നോക്കാം. മേജർ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ പെൻസിൽസ്. അതായത് ഇത് നമ്മുടെ പോളിക്രോമോസും അതുപോലെ തന്നെ പ്രിസ്മയുടെയും ഒരു പെൻസിൽ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുവാണ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. പോളിക്രോമസ് പെൻസിൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇതുപോലെ Fabercastle പോളിക്രോമസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു റിംഗ് ഉണ്ടാകും. പിന്നെ കളർ പെൻസിലിൻ്റെ നമ്പരും ഏതാണോ അതിൻ്റെ ഷെയ്ഡ് അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ടാവും. ഇപ്പം സ്കാർലറ്റ് റെഡ് എന്നും ഡാർക്ക് റെഡ് എന്നും അതിൻ്റെ നമ്പരും ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ആമസോണിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും പെൻസിൽസ്. Prismacolorൻ്റെ അതുപോലെ തന്നെ PC എന്ന് പറഞ്ഞിട്ട് 1032 എന്ന് പറഞ്ഞിട്ട് കളറിൻ്റെ നമ്പരും അതുപോലെ എന്ത് കളറാണോ ഏത് ഷെയ്ഡാണെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് നമുക്ക് നോക്കാം. Fabercastle പോളിക്രോമോസ് എന്ന് പറയുന്നത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിൽസ് ആണ്. ഓക്കെ, ഓയിൽ ബേസ്ഡ് ആണ്. അതുപോലെ Prismacolors എന്ന് പറയുന്നത് വാക്സ് ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിൽസ് ആണ്. പിന്നെ ലെയറിങ്ങിൻ്റെ കേസ് പറയുവാണെങ്കിൽ പോളിക്രോമോസും അതുപോലെ തന്നെ പ്രിസ്മയും ലെയറിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഒരു ഷെയ്ഡിൻ്റെ പുറമെ മറ്റൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്. അതിൽ പോളിക്രോമോസിൽ നമുക്ക് ഒരുപാട് ലെയേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. അതേസമയം പ്രിസ്മയിൽ കുറച്ച് ലെയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പോർട്രേറ്റ്സ് ആണെങ്കിലും മറ്റുള്ള പിക്ചേഴ്സ് ആണെങ്കിലും. പിന്നെ പോളിക്രോമോസ് അല്പം റഫായിട്ടുള്ള ഒരു ഷെയ്ഡിങ് ഒക്കെയാണ്. നമ്മൾ ഷെയ്ഡ് ചെയ്യുവാണെങ്കിലും കുറച്ച് റഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ സമയം പ്രിസ്മ എന്ന് പറയുന്നത് നല്ല സ്മൂത്താണ്. അത് വാക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ലെഡാണ് അതിനുള്ളത്. പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് പക്ഷേ രണ്ടും നല്ല റിസൾട്ട് തന്നെ തരുന്നതാണ്. പ്രിസ്മ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പോളിക്രോംസ് കുറച്ചുകൂടെ ലെയറിംഗ് ബൈ ലെയറിംഗ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ആ റിയലിസ്റ്റിക് എഫക്റ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇനി ഒരു പോർട്രേറ്റോ അല്ലെങ്കിൽ മറ്റൊരു ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഏതൊരു പടം വരയ്ക്കുവാണെങ്കിലും ഡീറ്റെയിലിങ്ങിൽ ഏറ്റവും നല്ലത് Fabercastle പോളിക്രോംസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം അതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടായിരിക്കും ഇരിക്കുക. മറ്റേത് വാക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ടിപ്പ് ഒരുപാട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പോയിന്റഡ് ആയിട്ടുള്ള ടിപ്പ് മാറും. ഈ പിക്ചർ ഞാൻ വരച്ചിരിക്കുന്നത് Fabercastle പോളിക്രോമോസ് വെച്ചിട്ടാണ്. അതായത് ഡീറ്റെയിലിങ്ങിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെൻസിൽ തന്നെയാണിത്. ഈ പോർട്രേറ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് Prismacolor പെൻസിൽസ് ആണ്. അപ്പോൾ അത് ഇച്ചിരിയും കൂടെ വാക്സ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഇനി വരുന്നതാണ് കോസ്റ്റിൻ്റെ കാര്യം. കോസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫാബർകാസ്റ്റൽ പോളിക്രോമോസ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അതേസമയം പ്രിസ്മ കളർ പെൻസിൽസ് ഫാബർകാസ്റ്റലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വില കുറവാണ്. പക്ഷെ എന്നാലും രണ്ടും എക്സ്പെൻസീവ് ആണ്. പിന്നെ പ്രൈസ് റേഞ്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്പർ ഓഫ് കളേഴ്സും പ്രിസ്മയിലാണ് കൂടുതൽ, എന്നിട്ടും ഫാബർകാസ്റ്റലിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അതിന് റേറ്റ് കുറവാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് തരും. പിന്നെ ഫാബർകാസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികം ബ്രേക്കേജ് കുറവാണ്. ആ സമയം പ്രിസ്മയിൽ ബ്രേക്കേജ് കൂടുതലാണ്. കാരണം ഫാബർകാസ്റ്റലിൽ നല്ലൊരു കേസിംഗ് ഉണ്ട്. മറ്റേ പ്രിസ്മ എന്ന് പറയുന്നത് കുറച്ചുകൂടെ തിന്നായിട്ടുള്ള പെൻസിലാണ്, ഫാബർകാസ്റ്റൽ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള പെൻസിലാണ്. പ്രിസ്മ കളർ പെൻസിൽസ് നമ്മളിപ്പോൾ ഷാർപ്പ് ചെയ്യുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് വളരെ തിന്നായിട്ടുള്ള പെൻസിലാണ്. നല്ല അത്യാവശ്യം കുറച്ച് പ്രോപ്പറായിട്ടുള്ളൊരു കേസിങ് അല്ല അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ സമയം ഫാബർകാസ്റ്റൽ നല്ല തിക്കായിട്ടുള്ള പെൻസിലുമാണ്, അതിന് നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കേസിങ്ങും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വൈറ്റ് കളർ പെൻസിൽസ്, അത് നമ്മൾ ബ്ലെൻഡിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂട്ടത്തിൽ കിട്ടുന്ന വൈറ്റ് കളർ പെൻസിൽസ് ഉണ്ട്. അതായത് ഫാബർകാസ്റ്റലിൻ്റെ വൈറ്റ് കളർ പെൻസിൽസും ഉണ്ട്, അതുപോലെ തന്നെ പ്രിസ്മയുടെയും ഉണ്ട്. പ്രിസ്മയുടെ കുറച്ചുകൂടെ ഈസിലി ബ്ലെൻഡബിൾ ആയിട്ടുള്ള വൈറ്റ് കളർ പെൻസിൽസ് ആണ്. ഫാബർകാസ്റ്റലിൽ കുറച്ചുകൂടെ ലെയർ ബൈ ലെയർ ആയിട്ട് അതിൻ്റെ പേപ്പർ ഗ്രെയിൻസ് കളയാൻ പറ്റുന്നേ ഉള്ളൂ. അത് ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ വൈബ്രൻറ്റ് കളറാണ് പോളിക്രോമോസ്. പ്രിസ്മ കളേഴ്സ് വാക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈസിലി ബ്ലെൻഡബിൾ ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രിസ്മ അതുപോലെ തന്നെ ഫാബർകാസ്റ്റൽ പോളിക്രോമോസിൻ്റെ കുറച്ച് മേജർ ആയിട്ടുള്ള ഡിഫറൻസസും കാര്യങ്ങളും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്